ശ്രീ ഫസൽ ഗഫൂർ, ഇന്നത്തെ കോൺഗ്രസിന്റെ പരാജയം കോൺഗ്രസിന് അപ്രതീക്ഷിതമാണ്. ബി.ജെ.പിക്ക് തന്നെ ഇത്രയും വലിയൊരു വിജയം പ്രതീക്ഷിച്ചിട്ടുള്ളതാണോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. കാരണം ഒരു മാധ്യമവും അല്ലെങ്കിൽ ഒരു എക്സിറ്റ് പോളും ഒരു തെരഞ്ഞെടുപ്പ് പണ്ഡിതനും ഒരു വിശകലന വിദഗ്ധനും ഇതുപോലെ ഒരു റിസൾട്ട് ഹരിയാനയെ സംബന്ധിച്ച് പറഞ്ഞിട്ടില്ല. കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസ് അമിത ആത്മവിശ്വാസത്തിലായിരുന്നു. അവർ വലിയ തോതിൽ ജാട്ട് വോട്ടിൽ കേന്ദ്രീകരിക്കുന്ന ഒരു സ്ട്രാറ്റജി സ്വീകരിച്ചത് വഴി ജാട്ട് വോട്ടുകൾ കോൺഗ്രസിന് കിട്ടിയിട്ടുണ്ടാവാം. ജാട്ട് ഇതര വോട്ടുകൾ, അത് 75% വരും, വിശേഷിച്ച് OBC വോട്ടുകൾ കേന്ദ്രീകൃതമായി BJP-യിലേക്ക് പോയിട്ടുണ്ടാകാമോ? യഥാർത്ഥത്തിൽ കോൺഗ്രസിന്റെ സ്ട്രാറ്റജി അവരെ സംബന്ധിച്ച് തിരിച്ചടിച്ചതാണോ? എന്ത് തോന്നുന്നു? ആദ്യം തന്നെ നമ്മൾ പറയേണ്ടത് ഈ എക്സിറ്റ് പോളുകൾ മുഴുവൻ തെറ്റാണെന്നുള്ളത് നമുക്ക് പലവട്ടം മനസ്സിലാക്കിയല്ലോ. അപ്പോൾ കഴിഞ്ഞ തവണ 240 സീറ്റിൽ BJP ഒതുങ്ങിപ്പോയപ്പോഴും എക്സിറ്റ് പോൾ, നമ്മൾ വസ്തുതകളാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞില്ലല്ലോ ഇതിൻ്റെ ഇലക്ട്രോണിക് മെഷീൻ്റെ കേടാണെന്നുള്ളതുകൊണ്ട് ഈ ഇലക്ട്രോണിക് മെഷീനെ പറ്റിയിട്ടുള്ള തർക്കം ഇവിടെ വെച്ച് നിർത്തണമെന്നാണ് എൻ്റെ അഭിപ്രായം. നമ്മൾ ഇലക്ഷൻ്റെ ഒരു അനാലിസിസിലോട്ട് നമ്മൾ നേരിട്ട് കിടക്കുക. കാരണം എന്താ പറയുക, തെറ്റാണെന്ന് പറയാൻ കാരണം അങ്ങനെ അല്ലെങ്കിൽ നാഷണൽ കോൺഫറൻസിന് ഇത്രയധികം സീറ്റ് കിട്ടുമോ കാശ്മീരിൽ? ഇനി അടുത്ത ചോദ്യം വരുന്നുണ്ട്, ഹരിയാനയിൽ കോൺഗ്രസും ഇവരും സമാസമമാണെന്നേ. ലോകസഭയിൽ 5-5 ഇവിടെ ഇപ്പം നമ്മൾ നോക്കുക 0.5% ഇവർ തമ്മിൽ വ്യത്യാസമുള്ളൂ ഇലക്ഷൻ വോട്ടിൽ. അപ്പോൾ BJP-യുടെ ഒരു വൻ വിജയം നമ്മൾ പറയുമെങ്കിൽ കോൺഗ്രസിന് വലിയൊരു വൻ പരാജയം ഉണ്ടായിട്ടില്ല. എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞുതരാം. കാരണം കോൺഗ്രസിനും വോട്ട് ഈ അനാവശ്യമായിട്ടുള്ള ഈ ജാതി പാർട്ടികൾ അല്ലെങ്കിൽ നമ്മുടെ കുടുംബ പാർട്ടികളായിട്ടുള്ള ജാതിയിൽ അധിഷ്ഠിതമായിട്ടുമായിട്ടുള്ള ഈ ദുഷ്യന്ത് ചൗത്താലയുടെയും മറ്റേ ചൗത്താലയുടെയൊക്കെ പാർട്ടികൾ, മനസ്സിലായില്ലേ, ആ INLD അതൊക്കെ കൂടെ നശിച്ചുപോയി എന്നുള്ളത് കോൺഗ്രസിന് തന്നെ ഗുണകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ വീണ്ടും ബൈപ്പോളറായിട്ടുള്ള ഒരു ഫൈറ്റ് വരെയാണ്. 37 ബൈപോളർ ആയിട്ടൊരു ഫൈറ്റ് വരുമ്പോ BJP-യെ തോൽപ്പിക്കാൻ കോൺഗ്രസിന് കഴിയാത്തത് എന്തേ എന്നുള്ളതാണ് പ്രശ്നം. BJP-യുടെ ഡിസഡ്വാൻറ്റേജസ് നോക്കൂ. ഒന്ന്, BJP-യുടെ ഒരു പരമ്പരാഗത ശക്തി കേന്ദ്രമല്ല ഹരിയാന. 2014 മാത്രം അവർ അധികാരത്തിലെത്തുന്ന ഒരു സംസ്ഥാനമാണ് ഹരിയാന. 2, ശക്തമായ ഭരണവിരുദ്ധ വികാരം. 2 തവണയായി 10 വർഷമായി ഭരിക്കുകയാണ്. ശക്തമായ ഭരണവിരുദ്ധ വികാരം, ധാരാളം ഇഷ്യൂസ്. അപ്പോൾ ഇഷ്യൂസ് ഉണ്ട്, ഭരണവിരുദ്ധ വികാരമുണ്ട്. BJP-യുടെ ഒരു ട്രഡീഷണൽ ബാസ്റ്റിയൻ അല്ലാത്ത ഒരിടത്ത് ഒരു ബൈപോളാർ കോൺടെസ്റ്റിൽ 10 വർഷത്തിന് ശേഷം കോൺഗ്രസിന് BJP-യെ പരാജയപ്പെടുത്താൻ കഴിയുന്നില്ല എന്നതിന്റെ അർത്ഥം എന്താണ്? അല്ല, അത് ഞാൻ പറഞ്ഞുതരാം. അതിൽ ഒരു സ്ട്രാറ്റജിക് സോഷ്യൽ എഞ്ചിനീയറിങ്ങിന് ഒരു പ്രശ്നമുണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. ഓഫ് കോഴ്സ് അപ്പുറത്തും ഇപ്പുറത്തൊക്കെ നമുക്ക് പറയാം, വികസനത്തിനെ പറ്റി പറയാം, അല്ലെങ്കിൽ അഗ്നിവീറിനെ പറ്റി പറയാം, കർഷകരെ പറ്റി. ബേസിക് സോഷ്യൽ എഞ്ചിനീയറിങ് കറക്റ്റായിട്ട് നമുക്കറിയാമെന്ന് വെച്ചാൽ അവിടെ 17 ഷെഡ്യൂൾഡ് കാസ്റ്റ് കോൺസ്റ്റിറ്റ്യുവൻസീസ് ഉണ്ട്. അത് സന്ദീപ് വാര്യരുടെ കയ്യിലോ അല്ലെങ്കിലോ നമ്മുടെ അഭിജിത്തിൻ്റെ കയ്യിലോ ഉണ്ടെങ്കിൽ മനസ്സിലായില്ല, നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറയാൻ പറ്റും അത് ആരുടെ കൂടെ പോയി എന്നുള്ളത്. അതാണ് ഇതിൻ്റെ നമ്മൾ മാർക്കറായിട്ട് കാണേണ്ടത്. കാരണം ഇവിടെ ഒരു വലിയൊരു പ്രശ്നം കോൺഗ്രസിനുണ്ട്. അതായത് നമ്മുടെ മറ്റേ അദ്ദേഹത്തിൻ്റെ ബൻസിലാലിൻ്റെ കാലഘട്ടം തൊട്ടിട്ട് പിന്നെ ഇന്ന് ദുഷ്യന്ത് ചൗത്താലയുടെ കുടുംബത്തിൽപ്പെട്ടിട്ടുള്ള കാരണവരായിട്ടുള്ള ദേവിലാലിൻ്റെ കാലഘട്ടം തൊട്ടിട്ട് തുടർച്ചയായിട്ടുള്ള 25% മാത്രമുള്ള ജാട്ട് ഭരണമാണ് അവിടെ. അതിൻ്റെ അപ്പുറത്തെ സ്റ്റേറ്റായ പഞ്ചാബിൽ ജാട്ട് സിഖ് ഭരണമാണ്. അവിടെ ഈ OBC-കളും SC ST-കൾക്കും ഒരു ചാൻസും കിട്ടുന്നില്ലാന്നേ ഭരിക്കാനായിട്ട്. മനസ്സിലായി. അപ്പോൾ അത് തീർച്ചയായിട്ടും നമ്മൾ ജാതി ഇല്ലാതൊന്നും പറഞ്ഞാൽ പറ്റില്ല. ജാതി വോട്ടുണ്ട്, നമുക്കിപ്പോൾ നോക്കാം. അപ്പോൾ ഞാൻ ചോദിച്ചല്ലോ, ഷെഡ്യൂൾഡ് കാസ്റ്റ് കോൺസ്റ്റിറ്റ്യുവൻസിയുടെ ബ്രേക്കപ്പ് എനിക്ക് കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ കൂടുതൽ പറയാതിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു നില നിൽക്കുമ്പോൾ കുമാരി സെൽജയാണ് ഇവരുടെ ഏറ്റവും വലിയ ഫേസ്. അവർ ഷെഡ്യൂൾ കാസ്റ്റിൽപ്പെട്ട ഒരു സ്ത്രീയാണ്. അവരെ കോൺഗ്രസ് ഹൈക്കമാൻഡിനെ വളർത്തിക്കൊണ്ടുവന്നാണ്. അപ്പോൾ അവർ പോയിട്ട് ഈ ക്യാമ്പയിനിങ്ങിലൊന്നും കാര്യമായിട്ടൊന്നും പങ്കെടുക്കുകയൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ അതൊരു മാർജിനൽ ഒരു ടിൽട്ട് വരുത്താനായിട്ട് ഇത്രയൊക്കെ മതി. അത് മാത്രമല്ല, ഈ ഹുഡ തന്നെ നമ്മൾ വിചാരിക്കണം അത്ര വലിയ ശക്തനൊന്നുമല്ല. കാരണം ഈ ഹുഡ രാഹുൽ ഗാന്ധിക്കെതിരായിട്ട് കത്തെഴുതിയ ആളാണ്. 23 പേരെങ്ങാണ്ട് എഴുതിയില്ല. ഗുലാം നബി ആസാദ് അടക്കമുള്ളവരൊക്കെ എഴുതിയ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് മൂപ്പര്. പിന്നെ മൂപ്പരെ വിളിച്ചിട്ട് സാന്ത്വനപ്പെടുത്തി അദ്ദേഹം തന്നെ ആയിരിക്കും ഇനി അടുത്ത തവണത്തെ മുഖ്യമന്ത്രി ഫേസ് എന്നുള്ളത് ഒരു ഉറപ്പ് കൊടുത്തിട്ടാണ് അദ്ദേഹം ഇതിൽ നിന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഇതിലൊരു ടൈറ്റ് ഫൈറ്റാണത്. എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ 20-ലധികം കോൺസ്റ്റിറ്റ്യുവൻസിയിൽ 5000-ൽ കുറവ് വോട്ടിനാണ് നിൽക്കുന്നത്. ഇത് തമ്മിലുള്ള ഇത് ആർക്ക് ഭൂരിപക്ഷം എന്നുള്ളതല്ല, തമ്മിൽ ഫൈറ്റ് നടക്കുന്നത്. 0.5% വ്യത്യാസമുള്ളൂ ഇവർ തമ്മിൽ. അപ്പോൾ ആ നിലക്ക് ഒരു ജെന്യുവനായിട്ടുള്ളൊരു വലിയൊരു ഫൈറ്റ് നടന്നിരിക്കുന്നു. അതിൻ്റെ ഇലക്ഷൻ റിസൾട്ട് വന്നിരിക്കുന്നു. ആ ഇലക്ഷൻ റിസൾട്ടിനെ നമ്മൾ സ്വാഗതം ചെയ്യണം. കാരണം വെച്ചാൽ അതൊരു ഫൈറ്റാണ്, ഇന്ത്യ ഡെമോക്രസിയിൽ പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾ 240 എന്ന് പറയുമ്പോൾ ആ 240-നെ നമ്മൾ സ്വാഗതം ചെയ്താൽ മതി. നമ്മൾ ഇതിനെ സ്വാഗതം ചെയ്തു. മറ്റേതൊക്കെ ഇലക്ഷൻ കമ്മീഷനിൽ കോൺഗ്രസിന് പോകാൻ കണ്ടുപിടിക്കാൻ നോക്കുക, അതിൽ വല്ല തടസ്സമില്ല എന്നുള്ള. പക്ഷേ ഇത്രയും അടുത്തടുത്ത് കോൺസ്റ്റിറ്റ്യുവൻസി നിൽക്കുമ്പോൾ ഞാൻ ഒരു കാര്യം കൂടെ ഒറ്റ കാര്യം കൂടെ പറയാം. എക്സിറ്റ് പോളുകൾ ഹൈപ്പ് ഉണ്ടാക്കിയതാന്നേ.
എക്സിറ്റ് പോളുകൾ ഭയങ്കരമായിട്ട് ഹൈപ്പ് ഉണ്ടാക്കിയതാണ്. അതേമാതിരി ഹൈപ്പ് ഉണ്ടാക്കിയില്ലേ, 400 എന്ന് പറഞ്ഞിട്ട് ഹൈപ്പ് ഉണ്ടാക്കിയില്ല അവർ. അകലെ ബാർ 400 പാർ എന്ന് പറഞ്ഞിട്ടുള്ള ഹൈപ്പ് ഉണ്ടാക്കലാണ്. അപ്പോൾ ആ ഹൈപ്പിൻ്റെ ഭാഗമായിട്ടാണ് ഇത് കൂടുതൽ വന്നിട്ടുള്ളത്. നല്ലൊരു ഫൈറ്റാണ് കോൺഗ്രസ് ഇവിടെ നടത്തിയിരിക്കുന്നത്. നാഷണൽ കോൺഫറൻസ് ഗംഭീരമായിട്ട് അവിടെ വിജയിക്കുകയും ചെയ്തു. അത് ഒരു നല്ല രീതിയിൽ നടന്നൊരു ഇലക്ഷൻ, എൻ്റെ അഭിപ്രായത്തിൽ നല്ല രീതിയിൽ നടന്നൊരു ഇലക്ഷനായിട്ടാണ് ഞാൻ കാണുന്നത്. ശരി.